കെ.വി. ബൈജു നമ്മോടൊപ്പം ഷിരൂരിൽ നിന്നും ചേരുകയാണ്. ബൈജു, ഇന്നിപ്പോൾ ലോറിയുടെ ബാക്കി ഭാഗങ്ങൾ പുറത്തെടുക്കുക അല്ലെ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ? രഞ്ജിത്ത്, ഇന്ന് DNA പരിശോധന സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ നമുക്ക് അധികൃതർ നൽകിയ കാര്യങ്ങൾ? DNA സാമ്പിൾ ഇന്നലെ കർവാർ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എടുത്തു വച്ചിരിക്കുന്നു. അതുപ്രകാരം തന്നെ ഉബ്ലി എന്ന സ്ഥലത്തേക്കാണ് ഈ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നതും. നാളെ അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ എന്നൊരു ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി നമുക്ക് അർജുന്റെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അങ്കോള SI ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എന്നെ അറിയിച്ചത്. അദ്ദേഹം എന്റെ നമ്പറും വിളിച്ച് ഇത് എത്രയും പെട്ടെന്ന് കഴിയുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഈ ലോറി എടുക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കാരും എല്ലാവരും അറിയാം. എന്നെയും ഞങ്ങൾ ഈ അഭിജിത്താണെങ്കിലും മറ്റാൾക്കാരാണെങ്കിലും ഒരു കുടുംബാംഗങ്ങൾ പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഇവിടെ കൊണ്ടു നടന്നിരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നത്തെ ഈ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയാനുള്ളത്, ഒരുപാട് പേര് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിനൊരു അന്ത്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമുക്ക് പറയാനുള്ളത്, ഒന്നാം ഘട്ട തെരച്ചിൽ നമുക്കറിയാമല്ലോ ഏത് തരത്തിലാണ് അവസാനിച്ചത്. അതിൽ പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി. അന്ന് നമ്മൾ അറിയിച്ചത് മൽപ്പയാണെങ്കിലും നേവി ആണെങ്കിലും മുങ്ങിയിട്ടുള്ള ഒരു തെരച്ചിൽ ഇനി സാധ്യമല്ല, അത് മനുഷ്യ സഹജമല്ല, അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവര് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടവും പോലീസ് സംവിധാനവും അത് സ്റ്റോപ്പ് ആക്കുകയും ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി ഇങ്ങനെ ഒരു ഒരു മനുഷ്യ സഹജമല്ലാത്ത ഒരു ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി നമുക്ക് ഈ ട്രക്ക് ഉയർത്താൻ പറ്റൂ, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അവനെ എടുക്കാൻ പറ്റൂ എന്ന ഒരു കാര്യം അവർ പറയുകയും അതിൽ പ്രകാരം ഇവിടുത്തെ കലക്ടർ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് നമ്മൾ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യപ്രകാരം കോഴിക്കോട് MP ശ്രീ രാഘവേട്ടനും മഞ്ചേശ്വരം MLA AK മഞ്ചേശ്വര MLA തുടക്കം മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതും DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഞങ്ങൾ അത് പ്രകാരം അവിടെ പോയിട്ട് സിദ്ധരാമയ്യയെ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹം തന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സ്പെഷ്യൽ കേസാണ്, നിങ്ങൾക്ക് അർജുനെ എടുത്തു തരും, അതായത് ഡ്രഡ്ജിംഗ് മെഷീൻ ഞങ്ങൾ കൊണ്ടുവരും, അതിന് എത്ര രൂപ ചെലവായാലും ഞങ്ങളത് കൊണ്ടുവരും. അവർ കുടുംബത്തിന്റെ കൂടെ തന്നെ നിന്ന് അർജുനെ എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ആ നിർണായക ദിനം. അർജുന്റെ ട്രക്ക് ഉയർത്തി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു, ഡ്രഡ്ജിംഗ് ഇന്നല്ലെങ്കിൽ എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പായി തന്നെ ആ വിശ്വാസം, അതിൽ അർജുൻ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു ഉത്തരം ഇന്നലെയായിട്ട് പല കോണുകളിൽ നിന്ന് ഈ ഡ്രഡ്ജർ കാര്യക്ഷമമല്ല എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പലരും ഇത് പറഞ്ഞ് നമ്മുടെ ഈ തെരച്ചിലിനെ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഉറച്ചു നിന്നു. ഇവിടുത്തെ സംവിധാനത്തിന്റെയും ഈ ഡ്രഡ്ജറിന്റെയും ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. വൈകാരികമായിട്ടുള്ള പല സന്ദർഭങ്ങളും ഇതിലൂടെ കടന്നുപോയി. പക്ഷെ എല്ലാത്തിനുള്ളൊരു ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചു. എങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലാണ് അർജുനെ ഇതുള്ള അങ്ങനെ എന്തെങ്കിലും നോക്കാൻ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അർജുന്റെ ബോഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഇതിൽ അവശേഷിപ്പുണ്ടോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണമെന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ മഞ്ചേശ്വരം MLA ഇപ്പം അല്പസമയത്തിന് ശേഷം ഇവിടെ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ക്യാബിൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ഒന്നുകൂടി അതൊരു പരിശോധന പൂർണ്ണമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അർജുന്റേതായിട്ടുള്ള അവസാന നാളത്തെ എന്തെങ്കിലും, അവന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ അതിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ കിടക്കുന്നത്. ആ അവസാന നാളുകളിലും അർജുനെ ചേർത്ത് പിടിക്കുന്ന പോലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? അർജുനെ പുറത്തേക്ക് പോലും അങ്ങനെ പോവാതെ. തീർച്ചയായിട്ടും അർജുനെ ചേർത്ത് പിടിച്ച വാഹനം തന്നെയാണ് ഇത്. പ്രകൃതിയുടെ മുന്നിൽ പോലും അർജുനെ ഞങ്ങൾക്ക് ജീവനോടെ അല്ലെങ്കിലും അവന്റെ കുറെ ഭാഗം നമുക്ക് അവനെ കുറച്ചൊക്കെ അവന്റെ കിട്ടി. അതൊരു
ഞങ്ങൾക്കൊരു ആശ്വസിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം മുൻപോട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് അനിവാര്യം തന്നെ ആയിരുന്നു എന്നുള്ളൊരു ആവശ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബം ഇത്രയും നേരം ഈ കാര്യത്തിന് വേണ്ടി മുന്നേറിയതും മറ്റുള്ള ആൾക്കാരെ ഇതിനൊക്കെ സഹായിച്ചതും അതുകൊണ്ട് തന്നെയാണ്. തുടക്കം മുതലുണ്ടായ ഒരാളെന്നല്ല ഞാൻ ജിതിന്റെ പല ഒരുപക്ഷെ ചില സമയങ്ങളിൽ ജിതിൻ പൂർണ്ണമായും നിരാശ ഉണ്ടാകുന്ന ഒരു ഘട്ടം പോലെ ഉണ്ടായല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തരണം ചെയ്താൽ ജിതിന് കഴിഞ്ഞത്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മാധ്യമപ്രവർത്തകരുടെ പിന്തുണയും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ബൈജേടനാണെങ്കിലും മറ്റു മാധ്യമ ഓരോരുത്തരും ഓരോ ആൾക്കാരും നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എന്നും ഇവിടുന്ന് നമ്മൾ പിരിയാറുള്ളത്. അതേപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ കാണുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടാണ് തുടങ്ങാറും. അപ്പോൾ ആ തരത്തിലുള്ള പിന്തുണകൾ എല്ലാം നമുക്കുണ്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും. അതേപോലെ മഞ്ചേശ്വരം MLA യുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്കൊരു കൂടുതൽ ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നീട് ജിതിനിലേക്ക് വീണ്ടും വരാം. എന്തായാലും അതാണ് രഞ്ജിത്തെ, ഇപ്പോൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് ആ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ മൃതദേഹം വിട്ടു നൽകാനാണ് സാധ്യത. മറ്റന്നാൾ രാവിലെയോടുകൂടി വീട്ടിലെത്തുന്ന നേരത്തെ തന്നെ തീരുമാനിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതായാലും DNA സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നു. അതിന്റെ പരിശോധനാ ഫലം എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം രഞ്ജിത്ത്. ആ ലോറിയുടെ ഒരു അവസ്ഥ ലോറിയുടെ ഏതാണ്ട് ഇനിയും ചില ഭാഗങ്ങൾ പുഴയിലുണ്ട് എന്നാണോ ബൈജു മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് അതിന്റെ ക്യാബിൻ അടക്കം കാണാം. നേരത്തെ ജിതിൻ പറഞ്ഞതുപോലെ മറ്റ് ചില ഭാഗങ്ങൾ കൂടി കണ്ടെത്താറുണ്ടോ? അപ്പം ലോറിക്കുള്ളിൽ ചില പരിശോധനകൾ കൂടി ആവശ്യമാണ് അല്ലേ? അർജുന്റെ എന്തെങ്കിലും മറ്റു സാധനങ്ങൾ, ബാഗുകളോ മൊബൈൽ ഫോണോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, പേഴ്സ്, ഇതൊക്കെ വീണ്ടെടുക്കുക എന്നത് കുടുംബത്തിന് ഏറെ ആശ്വാസകരമായ ഓർമ്മകൾ സൂക്ഷിക്കാവുന്ന ഒന്നാണ്. അത്തരമുള്ള തിരച്ചിലുകളിലേക്കായിരിക്കും ഇനി ഇന്നത്തെ കാര്യങ്ങൾ കടക്കുക അല്ലേ? അത് തന്നെയാണ് ജിതിൻ സൂചിപ്പിച്ചത്. ഈ വാഹനത്തിനകത്ത് എന്തെങ്കിലും ഓർമ്മകൾ, ഇതിപ്പോ നമുക്ക് ക്യാബിന്റെ അകത്തേക്ക് കൃത്യമായി നമുക്ക് വളരെ അരികിലേക്ക് ആ ക്യാബിന്റെ അകത്തേക്ക് തന്നെ നമുക്ക് കാണാം. എന്തെങ്കിലും വസ്തുക്കൾ, അർജുന്റെ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടോ അത് ഓർമ്മക്കായി എടുത്തു വെക്കാൻ ആ പരിശോധന, ആ തെരച്ചിൽ ഇന്ന് നടത്തും. അല്പസമയത്തിനകം തന്നെ SDRF NDRF സംഘങ്ങളൊക്കെ ഇവിടെ വരും. നമുക്ക് കാണാം ഈ വാഹനത്തിന്റെ ഒരു അവസ്ഥ. ഇത് നോക്കുക, ടയറുകൾ ഒക്കെ, അതൊക്കെ ഈ അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു ഇത്. ആ വാഹനം അവസാന നാളുകളിൽ അർജുനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് തെറിച്ചു പോകാത്ത രീതിയിലാണ് മുഖം ഈ മുൻവശം ഉള്ളത്. അത് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. കൃത്യമായി ചേർത്ത് പിടിച്ച് പുറത്തേക്ക് തെറിച്ചു പോകാത്ത രീതിയിൽ എന്തായാലും 80% ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജിതിനും പറഞ്ഞത്.